KVS സരിദാസ്, ഇവിടെ ഇപ്പോൾ ശ്രീ രാജു പി നായർ പറഞ്ഞ കാര്യം കേട്ടല്ലോ. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അത് രാജു വ്യാഖ്യാനിച്ച വിധവും അങ്ങ് കേട്ടല്ലോ. അപ്പോൾ ഈ കുറ്റങ്ങളുടെയും ഈ സ്വർണ്ണക്കടത്തിന്റെയും ഒക്കെ അടിസ്ഥാന രക്ഷാധികാരി മുഖ്യമന്ത്രിയാണ് എന്ന് ഇന്ന് അദ്ദേഹം ഈ ആരോപണം ഉയർന്നവരെയൊക്കെ ചേർത്ത് നിർത്തുന്നത് വഴി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് രാജു പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? കൂടാതെ പിണറായിയുടെ രാഷ്ട്രീയ ദൂതനായിട്ടല്ല ADGP പോയത് എന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല എന്ന അഭിപ്രായം BJPക്കുണ്ടോ? വേണം, ഞാൻ രണ്ടിലേക്കും വരാം. എനിക്ക് വേറൊന്നാണ് തോന്നിയത്, ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിന്ത. ഇപ്പോൾ റഹീം തന്നെ പറഞ്ഞില്ലേ, CM-നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. വേണു, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് വൈകുന്നേരത്തെ അൻവറിന്റെ പത്രസമ്മേളനം, ഓരോ വാക്കിലും അദ്ദേഹം CM-നെ ന്യായീകരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ചെന്ന് കൊള്ളുന്നത് ആരുടെ നെഞ്ചത്താ? ഏത് ഓഫീസിന് നേരെയാണ്? മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് P ശശിയെ കടന്നാക്രമിക്കുകയല്ലേ? P ശശിക്ക് കള്ളക്കടത്തിൽ പങ്കുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറയുന്നത് ആരാ? റഹീമിന്റെ പാർട്ടി പിന്തുണച്ച് ജയിപ്പിച്ച MLA അല്ലേ? ഇവിടെ ആരാണ് പതിക്കൂട്ടിലാകുന്നത്? നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയ സൃഷ്ടിയാണോ ഇത്? ഇത് ചെറിയ പ്രശ്നമല്ല. സ്വർണ്ണക്കള്ളക്കടത്താണ്, റോബറിയാണ്, ഫോൺ ടാപ്പിംഗ് ആണ്, മറ്റെന്തൊക്കെയോ ആണ്. ഈ വിഷയത്തിലൊക്കെ രാവിലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പിരിയുമ്പോൾ പ്രതിക്കൂട്ടിലായത് അൻവറാണ്. നമുക്കൊക്കെ അറിയാം. അൻവറിനെ പിൻ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ശശിയെ ന്യായീകരിച്ചു, ADGPയെ മാറ്റുന്ന പ്രശ്നമില്ല എന്ന് ആവർത്തിച്ചും പറഞ്ഞു. പക്ഷേ ആ ഓരോ മുഖ്യമന്ത്രിയുടെ സമ്മേളനം നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. വളരെ കാം ആൻഡ് കൂളായി നിന്ന് വളരെ പ്ലസന്റ് ആയിട്ട് മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചിട്ട് അവസാനം എങ്ങനെയാ തീർത്തത്? അൻവറിനെ പിൻ പോയിന്റ് ചെയ്തിട്ടല്ലേ. ആ അൻവർ ഇന്നത്തെ ഈ കരുത്തൻ എന്നൊക്കെ കേരളം വിശേഷിപ്പിക്കാറുള്ള പിണറായി വിജയന് നേരെ രണ്ടാമതും വാർത്താ സമ്മേളനം നടത്തി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുക ചെയ്യുന്നത്, മുഖ്യമന്ത്രിയെ ഏട്ടയടിക്കുന്ന സ്ഥിതിയിലേക്ക് അൻവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിന് വേറെ ആരുമല്ല റഹീമേ, നിങ്ങളുടെ പാർട്ടി ജയിപ്പിച്ച നിങ്ങളുടെ MLA ആണ് ഈ പിണറായി വിജയനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത്. P ശശിക്ക് കള്ളക്കടത്തിൽ പങ്കുണ്ടെന്ന് വരെ പറഞ്ഞു വെച്ചു. ഇത് ചെറിയ പ്രശ്നമാണോ? ഇത് കേരളത്തിലെ പോലീസ് സംഘം അന്വേഷിച്ചാൽ തീരുന്ന പ്രശ്നമാണോ? ഇതിൽ ഫോൺ ടാപ്പിംഗ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, കള്ളക്കടത്തുണ്ട്. മിക്കവാറും കള്ളക്കടത്ത് കൂടി ഉണ്ടെങ്കിൽ അതിന് വേറെ ചില മാനങ്ങൾ കൂടി ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസി ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട പ്രശ്നമാണ്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, അൻവറിന്റെ ചെയ്തികളെ കുറിച്ച് അന്വേഷിക്കണം, അതിനെക്കുറിച്ച് റിപ്പോർട്ട് വേണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ആ ഗവർണറുടെ കത്തെടുത്ത് വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രശ്നത്തിന്റെ, ഒരു പുതിയ പ്രശ്നത്തിന്റെ തുടക്കമാണ് ഇന്ന്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിഷയമല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഇന്നലെ വരെ കേരളം ചർച്ച ചെയ്ത വിഷയമല്ല ഇന്ന് കേരളത്തിലുള്ളത്. അതിൻ്റെ മാനങ്ങൾ വലുതാണ്. അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് കാണാൻ CPM-ഉം വിചാരിക്കേണ്ട, ഇടതുമുന്നണിയും വിചാരിക്കേണ്ട എന്നാണ്. അല്ല, മാനങ്ങൾ വലുതാണ് എന്ന് ഇന്നു മുതൽ ഇതിനൊരു പ്രത്യേകത അങ്ങ് പറയുന്നതിന്റെ അടിസ്ഥാനം? അല്ല, ഇന്നലെ വരെ ഈ കള്ളക്കടത്ത് സംഘമാണ് ഇതിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാവിലെ മുഖ്യമന്ത്രി അത് സൂചിപ്പിച്ചില്ലേ? അതിന്റെ ബെനിഫിഷ്യറി ആരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? നമുക്ക് മനസ്സിലാകത്തക്കോണം അദ്ദേഹം വിശദീകരിച്ചില്ലേ? അത് മാത്രമല്ല, ഫോൺ ടാപ്പിങ്ങിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചില്ലേ? ശരി. പക്ഷേ ഈ ഗവർണറുടെ കത്തുമൊക്കെ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ
എന്തോ ഒരു പുതിയ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അതിന്റെ ബെനിഫിഷ്യറി ആരാണ് എന്ന് കണ്ടെത്തി അതിന്റെ സൂചന നൽകിയല്ലോ എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടല്ലോ. കേന്ദ്ര ഏജൻസി വരണമെന്നും അങ്ങ് പറയുന്നുണ്ടല്ലോ. ഒരു കേന്ദ്ര ഏജൻസിയുടെ മൂക്കിന് താഴെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് എന്ന കാര്യം നിങ്ങൾ സ്വമേധയാ പരിശോധിക്കേണ്ടതാണ്. കസ്റ്റംസിന്റെ മൂക്കിന് താഴെയാണ് ഈ കാര്യങ്ങളെല്ലാം നിർബാധം നടന്നത്. അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്.